അയോധ്യ ഇന്നൊരു പുണ്യപുരാണ നഗരം മാത്രമല്ല, രാമജന്മഭൂമി ലോകത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലമാണ്. ചരിത്രവും പുരാവൃത്തവുമൊപ്പം ആധുനിക ലോകത്തിന്റെ എല്ലാ സംവിധാനങ്ങളും സമ്മേളിക്കുകയാണ് ഇവിടെ. അമൃതകാലത്തിലൂടെ വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആത്മീയ ചൈതന്യം പകരുന്ന നിമിഷങ്ങളാണ് ഇനി ഓരോന്നും. പൈതൃകത്തനിമ ഒട്ടും ചോരാതെ, ആത്മീയ ചൈതന്യം മങ്ങാതെ, ലോകത്ത് നിലവിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് അയോധ്യാപുരി ഇന്ന് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനുദാഹരണമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആധുനികമായ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും. ഒപ്പം അയോധ്യയിലെത്തുന്ന വിശ്വാസി ലക്ഷങ്ങൾക്ക് താമസിക്കാൻ ഒരുക്കുന്ന ടെന്റ് ഹൗസുകളും. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് മഹർഷി വാൽമീകിയുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന വിമാനത്താവളം. ശ്രീറാം വിമാനത്താവളം എന്നാണ് ആദ്യം ആലോചിച്ചിരുന്ന പേരെങ്കിലും പിന്നീട് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധാം എന്ന പേര് മാറ്റുകയായിരുന്നു. രാമായണ കർത്താവിനോടുള്ള ഏറ്റവും വലിയ ആദരമായി വേണം ഈ നാമകരണത്തെ കരുതാൻ. രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിമാനത്താവളം കൂടിയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. 1450 കോടി രൂപയാണ് ഇതുവരെ ചെലവായത്. 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും വിമാനത്താവളം പൂർണ്ണ രൂപത്തിലാവുക. ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ആദ്യഘട്ടം മാത്രമാണ്. എയർബസ് 321, ബോയിങ് 737 വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന സജ്ജീകരണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കിയത് അയോധ്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകും. കൂടുതൽ വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന വലിയ വിമാനങ്ങളായ ഇവ ഉപയോഗിച്ച അയോധ്യയിലേക്ക് കൂടുതൽ സർവീസുകൾ അടുത്ത നാളുകളിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പാരമ്പര്യത്തെയും രാമചരിതത്തെയും തനിമ ചോരാതെ നിലനിർത്തിയെന്നതാണ് അയോധ്യ നഗരത്തെ നവീകരിച്ചപ്പോഴും കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ശ്രദ്ധിച്ച പ്രധാന കാര്യങ്ങൾ. വിമാനത്താവളത്തിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും നിർമ്മിതിയിൽ വരെ അതേപടി പ്രതിഫലിച്ചിട്ടുണ്ട്. 6500 ചതുരശ്ര മീറ്റർ വ്യാപിച്ചു കിടക്കുന്ന വിമാനത്താവളത്തിന്റെ മുഖം രാമക്ഷേത്ര മാതൃകയിലാണ്. ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളുടെ നിർമ്മിതിക്ക് അടിസ്ഥാനമായ നഗരവസ്തുവിദ്യാ ശൈലിയാണ് വിമാനത്താവള രൂപകൽപ്പന. ഇൻസുലേറ്റഡ് റൂഫിംഗ് സിസ്റ്റം, LED ലൈറ്റിംഗ്, മഴവെള്ള സംഭരണി ഫൗണ്ടേഷനുകൾ, ലാൻഡ്സ്കേപ്പിംഗ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റ് എന്നിവയും വിമാനത്താവളത്തിന്റെ സവിശേഷതകളാണ്. 1 മണിക്കൂറിൽ 3 വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയും. ഇതിനായി 2200 മീറ്റർ റൺവേയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് 2ാം ഘട്ടം പൂർത്തിയാക്കുന്നതുവരെ വർഷം 10 ലക്ഷം യാത്രക്കാർക്ക് അയോധ്യ വിമാനത്താവളത്തിലൂടെ കടന്നു പോകാനാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 50,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള പുതിയ ടെർമിനൽ കെട്ടിടവുമായിട്ടായിരിക്കും 2ാം ഘട്ടം വരിക. അതുകൂടി പൂർത്തിയാകുമ്പോൾ 3000 യാത്രക്കാർക്ക് വരെ ഒരേ സമയം കടന്നു പോകാൻ കഴിയും. പ്രതിവർഷം കടന്നുപോകുന്ന യാത്രക്കാരുടെ എണ്ണം 60 ലക്ഷമാകും. പുരാണത്തിന്റെ നേർദൃശ്യങ്ങളാണ് അയോധ്യ വിമാനത്താവളത്തിന്റെ ചുവരുകളിൽ. രാമായണത്തിൽ വായിച്ചതൊക്കെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ശ്രീരാമന്റെ ജീവിതമാകെ നിറങ്ങളാൽ രചിച്ചിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളിലും. പെയിന്റിങ്ങുകളായും ചുമർ ചിത്രങ്ങളായും എല്ലാം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് രാമചരിതം. വിമാനത്താവളത്തിന്റെ മുൻവശത്തും പിൻവശത്തുമായി 7 ശിഖരങ്ങളുണ്ട്. ഇത് രാമായണത്തിലെ 7 കാണ്ഡങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അയോധ്യ വിമാനത്താവളത്തിലൂടെ വന്നു പോകുന്നവർ രാംലല്ല മുതൽ രാവണനെ ജയിച്ച് അയോധ്യാപുരിയിലേക്ക് വന്ന രാമൻ വരെയുള്ള ജീവിതഗാഥ നേർമുന്നിൽ കണ്ടറിയും. അയോധ്യയിൽ എന്തെങ്കിലും വരേണ്ടതാണെന്ന ചിന്ത ഓരോ യാത്രക്കാരനിലും ഉണർത്തും ഈ ദൃശ്യങ്ങൾ. രാമായണത്തിലെ വിവിധ സന്ദർഭങ്ങൾ അതേപടി പകർത്തിയിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളിലും. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊന്ന് ഹനുമാന്റെ വലിയൊരു ചുമർ ചിത്രമാണ്. രാമന്റെയും സീതയുടെയും വിവാഹം ചിത്രീകരിക്കുന്ന മധുബനി പെയിന്റിങ്ങും വിമാനത്താവളത്തിലുണ്ട്. അയോധ്യയുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്നതാകണം വിമാനത്താവളം എന്ന സങ്കല്പത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെ വ്യക്തമാക്കിയിരുന്നു. വിമാനത്താവളത്തിലേക്ക് വൈകാതെ രാജ്യാന്തര സർവീസുകളും ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഉദ്ഘാടന സർവീസ് നടത്തിയെങ്കിലും ജനുവരി ആദ്യ വാരത്തോടെയായിരിക്കും സാധാരണ സർവീസുകൾ തുടങ്ങുകയുള്ളൂ. അതോടുകൂടി നിരവധി സഞ്ചാരികളും വിശ്വാസികളും അയോധ്യയിലേക്ക് എത്തും. വിശ്വാസികളെ കൂടാതെ അയോധ്യാപുരി കാണാൻ സഞ്ചാരികളും എത്തുമെന്നാണ് പ്രതീക്ഷ. ആധ്യാത്മിക ടൂറിസത്തിന്റെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഷനായി അയോധ്യ മാറാനാണ് സാധ്യത. രാമക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ പ്രതിവർഷം 10 കോടി പേർ സന്ദർശനത്തിനെത്തുമെന്നാണ് കരുതുന്നത്.